ഏവർക്കും ക്രിസ്മസിന്റെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. 2025 മഹാജൂബിലിയുടെ ഈ ക്രിസ്മസ് ആഘോഷം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാം നവോന്മേഷവും പുതുചൈതന്യവും പ്രത്യാശയും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്രിസ്തുമസ്, ക്രൈസ്റ്റ് പ്ലസ് മാസ്, ഈ രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ ക്രിസ്മസ്. ക്രിസ്തുവിന്റെ ബലി എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ ബലി, ആ ബലി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിന്ത വരുന്നത് കാൽവരിയിൽ ഈശോനാഥന് അർപ്പിച്ച ബലിയാണ്. എന്നാൽ അതിനു മുൻപേ എത്രയോ വർഷം മുമ്പ് തന്നെ പിതാവായ ദൈവം ബലിയർപ്പിച്ചു. ആ പിതാവായ ദൈവം ബലിയർപ്പിച്ച ബലി അനുഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. തന്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. നെഞ്ചോടൊട്ടിപ്പിടിച്ച ഒരു സ്നേഹം, ആ സ്നേഹത്തെ അപ്പൻ ഈ ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കാൻ മനസ്സായത്. ഒരപ്പന്റെ ഏകമകൻ, ആ ഏകമകനെ ഭൂമിയിലേക്ക് വിട്ടുതരാൻ മനസ്സായ ആ സ്നേഹമില്ലേ, വേദനിക്കുന്ന സ്നേഹമാണ്. പെയിൻ എന്നുള്ളത് ഇവിടെ നമ്മൾ അനുഭവിക്കുക, അത് എപ്പോഴാ? സ്നേഹത്തിൽ നിന്നാണ്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ് എന്നാണ് പറയുക. സ്നേഹം എന്നുള്ളത് നൊമ്പടപ്പെടുന്ന ഒരു പുറപ്പാട് അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഈ സ്നേഹം ക്രിസ്മസ് എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ചിന്തിക്കണം, വിട്ടുകൊടുക്കുന്ന ഒന്നുണ്ടാകണം. നെഞ്ചോടൊട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും വിട്ടുകൊടുത്തെങ്കിൽ മാത്രമല്ലേ ആ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണിയേശുവിന്റെ സ്നേഹം അത് തന്നെയാണ്. ഈ സ്നേഹത്തെയാണ് നമ്മൾ ലോകമെങ്ങും ആഘോഷിക്കുക. നെഞ്ചോടൊട്ടിപ്പിടിച്ച ഒരു ദൈവസ്നേഹത്തെ ഈ ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കാൻ മനസ്സായ ആ സ്നേഹാനുഭവം, അത് ക്രിസ്മസ് ആയി രൂപാന്തരപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിൽ നമ്മളും ചിന്തിക്കേണ്ടത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വിട്ടുകൊടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? ആ സ്നേഹാനുഭവമല്ലേ ലോകമെങ്കും നുകരേണ്ടത്. ക്രിസ്തുവാകുന്ന സ്നേഹത്തിലേക്ക് കൂടുതൽ നടന്നെടുക്കുക, എല്ലാം ദൈവത്തിനായിട്ടും സമർപ്പിക്കുക. അപ്പൊ പൂർണ്ണമായിട്ടും ഈ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് ഉടമയാകുമ്പോഴാണ് ക്രിസ്മസിന്റെ ഉള്ളിൽ ഒരു ആനന്ദത്തിന്റെ ഈ സന്തോഷത്തിന്റെ അനുഭവമായുള്ളൂ. ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, ഉണ്ണിയേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായി സ്വീകരിക്കാൻ തയ്യാറാകുക. അതിനായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് ദിനം തയ്യാറാകാം. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാ നന്മകളും നേരുന്നു.